നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സന്ധികൾക്ക് ചുറ്റുമുള്ള വേദനയും നീർക്കെട്ടുമൊക്കെ പൊതുവെ വാതരോഗങ്ങളുടെ ലക്ഷണമായിട്ടാണ് പറയുക. ഇന്ന് നമുക്കിടയിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന വാതരോഗങ്ങളെക്കുറിച്ചും വാതരോഗങ്ങൾക്ക് ആയുർവേദത്തിലുള്ള പ്രതിവിധികൾ എന്തെല്ലാമെന്നുമാണ് ഇന്ന് ഡോക്ടറോട് ചോദിക്കുന്നത്. നമുക്കൊപ്പം കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസും ചേരുന്നു. രണ്ടു ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ റോസ്മേരി, മുൻപൊക്കെ പ്രായമായ ആളുകൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് വാതസംബന്ധമായ അസുഖങ്ങൾ, സന്ധിവേദന, നീർക്കെട്ട്, തേയ്മാനം. ഡോക്ടർ, ആയുർവേദത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് വാതരോഗങ്ങളുടെ ചികിത്സയ്ക്ക് എന്താണ് ഡോക്ടർക്ക് നൽകാവുന്ന ഒരു മറുപടി? പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? പണ്ട് കാലത്ത് പറയും ഒരു ഏജ് കഴിഞ്ഞ് പ്രായമായവർക്ക് വരുന്ന ഒന്നാണ് വാദമാണ് അവർക്ക് വാദമായിരുന്നു എന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും അല്ലെങ്കിൽ സിസ്റ്റമിക് വർക്കിനെയൊക്കെ ഏറ്റവും സഹായിക്കുന്ന ശരീരത്തിലെ ത്രിദോഷങ്ങളിൽ ഒന്നാണ് വാദം എന്ന് പറയുന്നത്. അതിന് ഏതെങ്കിലും രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ അതൊരു രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആഹാരശീലങ്ങൾ അല്ലെങ്കിൽ ആഹാരവിഹാരങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളെ കൊണ്ട് തന്നെ ഇന്ന് വളരെയധികം ഏർലി സ്റ്റേജസിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വാതരോഗങ്ങൾ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന സന്ധ്യാശ്രിതമായിട്ട് വരുന്ന സന്ധിവാദം എന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അസ്ഥിസന്ധികളിൽ ഓരോ സന്ധികളിലും സ്നായുക്കളും കണ്ടരകളും മസിൽസ് ടെൻഡനായിട്ട് വന്ന് യോജിക്കുകയും അതിലൂടെ നെർവ്സ് കടന്നു പോകുന്നൊക്കെ ഒരു കൂട്ടം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംവിധാനങ്ങളാണ് ഓരോ സന്ധികളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസ്ഥിസന്ധികൾക്ക് വരുന്ന ഓരോ വിധത്തിലുള്ള ചേഞ്ചസ്, പല രീതിയിലുള്ള ഇൻഫ്ലമേറ്ററി ചേഞ്ചസ്, നീർക്കെട്ടും വേദനയും ഒക്കെ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സന്ധിവാദം എന്ന് പറയാം. അത് ചെറുതും വലുതുമായ എല്ലാ അസ്ഥിസന്ധികളിലും ഇതുപോലെ കാണപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും കാണുന്ന ഈ അസ്ഥിസന്ധ്യാശ്രിതമായിട്ട് വരുന്ന വാതരോഗങ്ങൾ എന്ന് പറയുന്നത് ആമവാദം, വാതരക്തം എന്നൊക്കെ പറഞ്ഞാൽ ആമവാദം, റുമാറ്റിക് ഫീവറും റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, വാതരക്തം മുതലായിട്ടുള്ള രോഗാവസ്ഥകളാണ്. അത് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് തന്നെ ചികിത്സിക്കേണ്ട ഒന്നാണ്. ഇനി അതിൽ തന്നെ ഈ ആമവാദം എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ വിരുദ്ധങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ സ്നിഗ്ധത കൂടിയ ആഹാരങ്ങൾ, പാലുൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക, അങ്ങനെ തണുപ്പുള്ള ആഹാരങ്ങൾ, വിരുദ്ധമായിട്ടുള്ള ആഹാരവിഹാരങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കാതെ അത് ഒരു ആമ രൂപത്തിലേക്ക് വേണ്ട വിധത്തിൽ പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ വരാതെ അത് അഗ്നിദീപ്തിയെ കുറയ്ക്കും. നമ്മുടെ ധാതു പരിണാമത്തെ, സപ്തധാതുക്കൾ നമുക്ക് ഊർജം നൽകുന്ന ഈ അന്നവും അതോടൊപ്പം തന്നെ ഈ ധാതു പരിണാമം പ്രോപ്പറായിട്ട് നടക്കുമ്പോഴാണ് നമ്മൾ ഹെൽത്ത് പ്രോപ്പറായിട്ട് വരിക. അപ്പം ആ ധാതു പരിണാമം ശരിയായിട്ട് നടക്കാത്ത അവസ്ഥയിൽ അതൊരു ആമത്വമായിട്ട് നിൽക്കുകയും ഇത്തരത്തിലുള്ള വേദനയും പനിയും നീർക്കെട്ടും ഒക്കെ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ആമവാദം എന്ന് പറയുന്നത്. ഈ ആമവാദം പോലുള്ള വാതരോഗങ്ങളിൽ എപ്പോഴും നമ്മൾ പറയും ഒരു വാതരോഗം എന്ന് പറയുന്നത് കുഴമ്പിട്ട് കുളിക്കുക, അതൊക്കെയാണ് അതിന്റെ ചികിത്സകൾ എന്നുള്ളൊരു ധാരണയുണ്ടാവും. ഇത്തരത്തിലുള്ള ആമവാദം പോലുള്ള വേദനയും നീർക്കെട്ടും ഒക്കെ വരുന്ന അവസ്ഥ നമുക്ക് ചികിത്സയിലേക്ക് വിശദമായിട്ട് മടങ്ങിയെത്താൻ നമുക്ക് കൊച്ചിയിൽ നിന്ന് സുജൻ എന്ന പ്രേക്ഷകനുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. എനിക്കല്ല, എന്റെ ഭാര്യയ്ക്കാണ്. അപ്പൊ ഈ കാലിന്റെ പാദത്തിന്റെ അവിടെ നിന്ന് ശകലം ഇങ്ങോട്ട് മുകളിലോട്ട് കാല് വേദനയുണ്ട്. അപ്പൊ വിരലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പ്രായമുള്ള ആളാ? അതൊരു 62 വയസ്സുണ്ട്. 62. മറ്റ് അസുഖങ്ങളുണ്ടോ? ഷുഗർ, പ്രഷർ, അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കണാണോ? ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഷുഗറിന് ഇപ്പൊ ആയുർവേദ മരുന്നും കൂടെ അതിന്റെ കൂട്ടത്തിൽ കഴിച്ചാൽ നല്ലതായിരിക്കും. ഇതുപോലെ ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ടേ ഇങ്ങനത്തെ വേദനകൾ കൂടാൻ സാധ്യതയാണ്. അപ്പൊ നമ്മൾ തണുപ്പാഹാരങ്ങളൊക്കെ കഴിക്കാതെ ഇരിക്കുക, വീട്ടിൽ നടക്കുമ്പോഴേലും ചെരുപ്പിട്ട് നടക്കുക, തണുപ്പുള്ള തറയിന്ന് തണുപ്പടിക്കാതെ. ഞാൻ കുഴമ്പിനായിട്ട് വാങ്ങിക്കുമ്പോൾ കൊട്ടൻ ചുക്കാതി കുഴമ്പും സഹചരാതി കുഴമ്പും കൂടി വാങ്ങിക്കുക. അത് രണ്ടും കൂടെ ചേർത്ത് ചൂടാക്കിയിട്ട് നടുവിനും അരക്കീഴോട്ട് പുരട്ടാം. നടുവിൻ്റെ അവിടെ നിന്നാണ് കാലിലേക്കുള്ള ഞരമ്പ്, സയാറ്റിക് നെർവ് വരിക. ഇപ്പം ഈ ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ സർക്കുലേഷനിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ചെറിയ ആർട്ടറീസിലേക്കുള്ള സർക്കുലേഷൻ കുറഞ്ഞാൽ, ഇതുപോലെ കഴപ്പ്, കാലിന് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വന്നാൽ, വെള്ളം കുടിക്കൽ കുറയുക, അങ്ങനെയൊക്കെ വന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും.
അപ്പൊ ഈ കുഴമ്പ് പുരട്ടി നല്ലോണം ചൂട് പിടിച്ച് കുളിക്കുക. അതുപോലെ സഹചരാതി കഷായം വാങ്ങിക്കുക. അത് 15 മില്ലി 60 ml തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് 2 നേരം കഴിക്കുക. പിന്നെ വീട്ടിൽ തന്നെ ഈ സമയത്ത് ഈ കർക്കിടക മാസം ആയതുകൊണ്ട് കർക്കിടക കഞ്ഞിയൊക്കെ 7 ദിവസമോ 10 ദിവസമൊക്കെ വെച്ച് കഴിച്ചാൽ നന്നായിരിക്കും. ഈ കുഴമ്പ് പുരട്ടി കുളിക്കുക. അതൊരു 2-3 ആഴ്ച കാലം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ അതുപോലെ ഉപയോഗിക്കാം. 2 ആഴ്ച കഴിഞ്ഞിട്ട് അറിയിച്ചോളൂ. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോളോ അപ്പ് പോലെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അലോപ്പതി മെഡിക്കേഷൻ ഷുഗറിനുള്ളതെല്ലാം അതുപോലെ തന്നെ കൊണ്ടുപോവുക. ഷുഗർ കൺട്രോൾഡ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് നാളായിട്ടൊക്കെ കഴിയുമ്പോൾ ഷുഗർ വന്നു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കാലിന് കാഫ് മസിലിൽ കഴുപ്പ് അതുപോലെ മുട്ടിന്റെ തേയ്മാനം കൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. സർ, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, ഇപ്പോൾ നമുക്കറിയാം 100-ലധികം 150ഓളം വാതരോഗങ്ങളുണ്ട്. കൃത്യമായി ഏത് അസുഖമാണ് എന്ന് നമുക്ക് വന്നിരിക്കുന്നതെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് പ്രധാനം. എങ്ങനെ കണ്ടുപിടിക്കും? വാതരോഗങ്ങളിൽ ആയുർവേദിയമായിട്ട് പറയുമ്പോൾ 80 വിധ വാതരോഗങ്ങളെയാണ് പറയുന്നത്. അത് ത്രിദോഷജമായിട്ട് വരുന്നതും ഏകജമായിട്ടും രണ്ടും ചേർന്ന് വരുന്ന അങ്ങനെ പല രീതിയിലുള്ള വാദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സന്ധികൾക്ക് വരുന്ന തേയ്മാനത്തിൽ നിന്ന് ഓരോ ടിപ്പിക്കലായിട്ടുള്ള സന്ധികളിൽ വരുന്ന രോഗാവസ്ഥകൾ അതിനെയൊക്കെ അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വാദ രോഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആധുനികമായിട്ടുള്ള ചെക്കപ്സും ടെസ്റ്റുകളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള അസ്ഥിസന്ധികളിലെ തേയ്മാനോ അല്ലെങ്കിൽ ടെൻഡൻ ടയറുകൾ അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ പോലെ അവസ്ഥകളിലൊക്കെ നമുക്ക് എക്സ്റേയും ആവശ്യമെങ്കിൽ ഡിസ്കിന്റെ പ്രോബ്ലംസിനൊക്കെ MRI ഒക്കെ ചെയ്ത് അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സകളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ വാതരോഗങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള രക്തപരിശോധനയിലൂടെ നമുക്കത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഈ ത്രിദോഷ ഇപ്പൊ ആയുർവേദത്തിൽ പറയുമ്പോൾ ത്രിദോഷജമായിട്ട് വരുന്ന വാതരോഗങ്ങളൊക്കെ കൃത്രിമസാധ്യമായിട്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതകളുള്ളതും പിന്നെ അതിൻ്റെ തന്നെ പ്രോഗ്രസീവ്നെസ്. ഇപ്പൊ നമ്മൾ ഏത് രോഗത്തിനായാലും അത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു കാലം കൊണ്ട് തന്നെ ചികിത്സിച്ച് അതിൻ്റെ ചികിത്സയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കും. ആ സമയം നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ് അതിങ്ങനെ കൊണ്ടുനടന്ന് ദീർഘകാലം കൊണ്ടുനടന്നതിന് ശേഷം അതിൻ്റെ മറ്റ് അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമ്പോഴാണ് ചികിത്സയിലേക്ക് പോവുക. അപ്പോൾ തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇപ്പം നമ്മളൊരു ചെറിയ വേദനകൾ കാണുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ചികിത്സയിലേക്ക് പോകും. പിന്നെ ഓരോരുത്തരുടെ ദേഹപ്രകൃതിക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ഇപ്പം വാതപിത്ത കഫങ്ങൾ സമാവസ്ഥയിലായിരിക്കുമ്പോൾ അവർ ആരോഗ്യം എന്ന് നമ്മൾ പറയും. അങ്ങനെ ആരോഗ്യവതിയായിരിക്കുന്ന വ്യക്തികളിൽ തന്നെ വാദപ്രകൃതമുള്ളവര്, പിത്തജമായിട്ടുള്ള പ്രകൃതമുള്ളവർ, അതുപോലെ കപച പ്രകൃതി, അവരുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ച് കാലത്തിന് വരുന്ന മാറ്റങ്ങൾ വരുമ്പോൾ ഇപ്പൊ വർഷകാലം ഇങ്ങനത്തെ ക്ലൈമാറ്റിക് ചേഞ്ചസ് വരുമ്പോൾ അത് അവരുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള രോഗാവസ്ഥകളിലേക്കൊക്കെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഈ വാദപ്രധാനമായിട്ടുള്ള വ്യക്തികളിൽ ഈ ഇങ്ങനെ തണുപ്പൊക്കെ വരുമ്പോൾ ആ രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആയുർവേദികമായിട്ട് പറഞ്ഞാൽ ഈ രോഗാവസ്ഥകൾക്കൊക്കെ കൃത്യമായിട്ട് അവരുടെ ലക്ഷണങ്ങൾക്കും അവരിൽ വരുന്ന വ്യത്യാസങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഔഷധങ്ങളും കഷായ യോഗങ്ങളും അതുപോലെ ഓയിൽസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഓരോ സ്റ്റേജസിനനുസരിച്ചാണ് അത് ഉപയോഗപ്പെടുത്താം. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ നമ്മൾ പൊതുവെ തേയ്മാനം കൊണ്ടുള്ള വാതരോഗങ്ങൾ പ്രായമായവരിലാണ് കണ്ടുവരികയെങ്കിലും ചെറുപ്പക്കാരിൽ ഇപ്പോൾ നീർക്കെട്ട് കൂടുതൽ ഉണ്ടാവുന്നത് മൂലമുള്ള വാതരോഗങ്ങൾ കണ്ടുവരാറുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് പേർക്ക് പലതരം സന്ധി രോഗങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടറെ, നീർക്കെട്ട് മൂലമുണ്ടാകുന്ന വാതരോഗങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക? എങ്ങനെയാണ് നമ്മൾ ചികിത്സയുമായി മുന്നോട്ട് പോകേണ്ടത്? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒത്തിരി പേര് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൽ പോകുന്നവരാണ്. അപ്പം കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൽ പോകുന്നവർക്ക് വരുന്ന രോഗാവസ്ഥയിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഡിസ്ക് പ്രോബ്ലംസ് ധാരാളം കാണുന്നുണ്ട്. സർവൈക്കൽ ഡിസ്കിന്റെ പ്രോബ്ലംസ് കൊണ്ടുവരുന്ന സർവൈക്കൽ സ്പോണ്ടിലൈറ്റിക് ചേഞ്ചസ്, ലംബാർ സ്പോണ്ടിലൈറ്റിക് ചേഞ്ചസ്, അതുപോലെ കണ്ണിനെയും ശിരസിനെയും ആശ്രയിച്ചു വരുന്ന പല രോഗാവസ്ഥകളും. ഇതിനൊക്കെ ഇത്ര ഏർലി സ്റ്റേജസിൽ ഡിസ്കിന്റെ തേയ്മാനവും ഡിസ്കിന് വരുന്ന
ഡിസ്ക് ബൾജുകളും അതുപോലെ നെർവ് ഒബ്സ്ട്രക്ഷൻസും ഒക്കെ വരാൻ കാര്യം ബേസിക്കായിട്ട് നമ്മുടെ ആഹാരശീലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പണ്ട് കാലത്ത് നമ്മൾ വീടുകളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് ധാരാളമായിട്ട് കഴിക്കുക. വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സും ഒക്കെ വന്നതോടുകൂടി അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കുറയുകയും, എന്നാൽ നമ്മൾ രുചിയിൽ മാത്രം അല്ലെങ്കിൽ ടേസ്റ്റിന് അധികരിച്ച് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെ കുറവിനെയൊക്കെ ആശ്രയിച്ച് കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് മാറിയത് കൊണ്ട് തന്നെ എപ്പോഴും വൈറ്റമിൻ ഡി, കാൽഷ്യം ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ചെറുപ്പക്കാരിൽ വരെ കൂടാനുള്ള ഒരവസ്ഥ വരാനിടയാവുന്നു. എന്നാൽ നമുക്കറിയാം ലൈറ്റ് എക്സ്പോഷർ അല്ലെങ്കിൽ വെയിലിൽ എക്സ്പോഷർ ഉള്ള വ്യക്തികൾ വളരെ കുറവാണ്. അത്തരത്തിലുള്ള ജോലി ചെയ്യുന്നവരും വാഹനങ്ങൾ ഉപയോഗിച്ചൊക്കെയാണ് എല്ലാവരും തന്നെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും അത് ഇൻഡയറക്ട്ലി കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഏറെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇത്തരത്തിൽ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിക് ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിന് ടിപ്പിക്കലായിട്ട് നമ്മൾ പറയുന്ന മൈൽഡായിട്ടുള്ള എക്സസൈസുകൾ അല്ലെങ്കിൽ അതിന് പറയുന്ന ചികിത്സകൾ, ഇതൊക്കെ ഇപ്പം ഇങ്ങനെയുള്ള കഴുത്തിന് വരുന്ന പ്രശ്നങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്ന ഒന്നാണ് ഗംഭീര പിണ്ടസ്വേദം. ചെറുനാരങ്ങയൊക്കെ ചേർത്ത് ചെയ്യുന്ന ഒരു കിഴി, അതുപോലെ ലോക്കലൈസ് ആയിട്ട് നമുക്ക് ധാന്യാമ്ലധാരയൊക്കെ ചെയ്യാം. ഏറ്റവും അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സന്ധികളായതുകൊണ്ട് അവിടെ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ച് ഉണ്ടാവും. ആ ഇൻഫ്ലമേഷന് മാറ്റിയതിന് ശേഷം പിഴിച്ചിൽ അല്ലെങ്കിൽ ഓയിലിട്ടിട്ടുള്ള ധാരയും ഇലക്കിഴി, ഞവര തേക്കുക അല്ലെങ്കിൽ നാഗരാതി വെച്ചിട്ട് പോഷണമായിട്ടുള്ള രീതിയിലുള്ള ഉപനാഹസ്വേദങ്ങൾ, അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ആയുർവേദിക് ചികിത്സകൾ അതിന് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ റിസൾട്ട് കിട്ടുന്ന ചികിത്സകൾ കൂടിയാണ്. കൊല്ലത്തുനിന്ന് കൃഷ്ണകുമാർ എന്ന പ്രേക്ഷകന്റെ കോളുണ്ട്, സംസാരിച്ചോളൂ. ഹലോ, കാലിന്റെ പറഞ്ഞോളൂ. ചെറിയൊരു വേദനയുണ്ട്, തരിപ്പ് വേദന എന്നല്ല, തരിപ്പ് പോലെ. അത് കൂടാതെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഇടുപ്പുണ്ടല്ലോ, ഇടുപ്പിന്റെ അവിടെയും ചെറിയൊരു ഒരു പിടുത്തവും, അതുപോലെ ഒരു കാലിന്റെ തരിപ്പും ഈ മസിൽസിലും ഒക്കെ ചെറിയൊരു തരിപ്പ്. പിന്നെ അതുപോലെ എന്റെ ഈ സന്ധികളിലും ഉണ്ട് വേദന. അതെന്തുകൊണ്ടാണ് അറിയാമോ ഡോക്ടർ? അത് മാത്രമല്ല ഈ ഫാറ്റി ലിവറും ഉണ്ട് എനിക്ക്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. അപ്പൊ ഇതെന്തുകൊണ്ടാണ്? പ്രായമുള്ള ആളാ? എനിക്ക് 47 വയസ്സായി ഡോക്ടർ. കമ്പ്യൂട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോ തന്നെ, അതെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോ ഇപ്പൊ നടുവിന്റെ ലംബാർ ഡിസ്കുകൾക്കൊക്കെ അല്ലെങ്കിൽ ആ വെർട്ടിബ്രയ്ക്ക് ഇടയ്ക്ക് ചെറിയ നീർക്കെട്ട് വന്നിട്ട് ആ നടുവിൽ നിന്ന് കാലിലേക്കുള്ള സയാറ്റിക് നെർവില് നീർക്കെട്ടൊക്കെ വരിക, അതങ്ങനെ ഒരു സർക്കുലേറ്ററി ചേഞ്ചസ് വരുത്തിയാൽ ഇങ്ങനെ കാലിന് കഴപ്പും പിടുത്തവും ഒക്കെ വരാൻ സാധ്യതകളുണ്ട്. പിന്നെ കാലിന് തരിപ്പും മരവിപ്പും ഉള്ളത് കൊണ്ട് ഇത് ദീർഘകാലമായിട്ടുണ്ട് ഇതിങ്ങനെ ഈ വേദനയും ഇതൊക്കെ നോട്ടീസ് ചെയ്തെങ്കിൽ നടുവിന്റെ എക്സ്റേ നോക്കുന്നതല്ലായിരിക്കും എത്ര എക്സ്റ്റെന്റ് അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാനൊക്കെ അതുകൊണ്ട് സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഈ ഫാറ്റി ലിവർ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആഹാര കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. കൊഴുപ്പാഹാരങ്ങളും അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഡയബറ്റിക് ഒക്കെ വരാനുള്ള ടെൻഡൻസി കൂടും. ഇത്ര നേരത്തെ ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ വളരെയധികം മരുന്നുകൾ കഴിക്കാൻ പറ്റും. ഇപ്പോൾ മഹാരാഷ്ട്രതി കഷായത്തിന്റെ ചൂർണം വാങ്ങിക്കുക, അതൊരു 2 സ്പൂണിട്ട് വെള്ളം തിളപ്പിച്ച് അരിച്ചിട്ട് അത് ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നടുവിന് സഹചരാതി കുഴമ്പും രസതൈലവും കൂടെ ചൂടാക്കിയിട്ട് പഞ്ഞി നനച്ച് നടുവിൽ 1 മണിക്കൂർ സമയം ഇട്ട് വയ്ക്കുക, പിജ് പോലെ ഇട്ട് വയ്ക്കുക. അതിനുശേഷം അത് തന്നെ പിഴിഞ്ഞെടുത്ത് കാലിലൊക്കെ പുരട്ടി 1/2 മണിക്കൂർ ഇരുന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കാലിലേക്കുള്ള വേദനയും ഈ നംനെസ്സിനെയൊക്കെ കുറയ്ക്കുന്ന രീതിയിൽ അഷ്ടവർഗം കഷായം 15 മില്ലി കഷായം 60 ml വെള്ളം ചേർത്ത് 2 നേരം കഴിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ സിംറ്റത്തിനനുസരിച്ചുള്ള ഒരു മരുന്നും ഔഷധങ്ങളും ഒക്കെയാണ് നമ്മൾ തരുന്നത്. അപ്പൊ എന്തായാലും കഴിച്ചതിന് ശേഷം കുറച്ച് ദിവസം 2 ആഴ്ചയൊക്കെ കഴിച്ചു നോക്കിയതിന് ശേഷം അറിയിക്കാം. കൃഷ്ണകുമാർ വിളിച്ചതിന് നന്ദി. വ്യക്തമായ വിജയം.
തുടരുന്നു. വാതരോഗങ്ങൾക്കുള്ള ആയുർവേദ പ്രതിവിധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസും ചേരുന്നു. രണ്ട് ഡോക്ടർമാർക്കും സ്വാഗതം. ഡോക്ടർ, നമ്മൾ വാതരോഗങ്ങളുടെ ചികിത്സയെക്കുറിച്ചും അല്ലെങ്കിൽ കാരണങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ മരിയ, നമുക്കറിയാം ആയുർവേദത്തിൽ ആഹാരവിഹാരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വാതരോഗമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എത്തരത്തിലാണ് ഭക്ഷണ കാര്യങ്ങളും ജീവിതചര്യകളും ഒക്കെ പാലിക്കേണ്ടത്? പല വിധത്തിലുള്ള വാതരോഗങ്ങളുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പം അതില് ഏറ്റവും ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതികളും നമ്മൾ മാറ്റം വന്ന ആഹാര രീതികളും ഒക്കെ തന്നെയാണ്. നമ്മൾ വാദം വർദ്ധിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഉരുളക്കിഴങ്ങ്, കപ്പ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൂടുതലും എന്നും തന്നെ ഉപയോഗിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാതരോഗമുള്ളവരത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വിരുദ്ധാഹാരങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗങ്ങളും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ തണുപ്പുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുന്നത്, അതൊക്കെ പരമാവധി ഒഴിവാക്കുക. അതിന് പകരം നമ്മൾ ചൂടോടുകൂടി തന്നെ ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ ഇതുപോലെ കഴുത്തുവേദന അല്ലെങ്കിൽ വാതരോഗങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ തല കുളിക്കുന്നതൊക്കെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആക്കി ചുരുക്കുക. നമ്മൾ തണുപ്പ് മാറ്റിയ വെള്ളത്തിൽ തല കുളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദേഹത്താണെങ്കിലും ചൂടുവെള്ളത്തിൽ നമ്മളിപ്പോൾ അതിന് എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ വേദനകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു അസുഖത്തിന് പറ്റുന്ന രീതിയിലുള്ള കുഴമ്പ് ഉപയോഗിച്ച് പരട്ടി അല്പസമയത്തിന് ശേഷം സുഖമുള്ള ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് കഴുത്തുവേദനയുള്ള പല വേദനകളുള്ളവരെന്ന് പറഞ്ഞല്ലോ, അതിൽ കഴുത്തുവേദനയുള്ളവരാണെന്നുണ്ടെങ്കിൽ പോസ്റ്ററുകൾ ശ്രദ്ധിച്ച് കിടക്കാനായിട്ട്, അതായത് നമ്മൾ തലയണ വെച്ച് കിടക്കുന്നവരൊക്കെ ആണെങ്കിൽ തലയണ ഒഴിവാക്കി കിടക്കാനോ അല്ലെങ്കിൽ ഷോൾഡർ വരെ കയറി കിടക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പോസ്റ്റർ കറക്റ്റായി തന്നെ ജോലി ചെയ്യാൻ, ഇപ്പം IT ലെവലൊക്കെ കമ്പ്യൂട്ടർ കൂടുതൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഐ ലെവലിൽ വെച്ച് കൂടുതൽ നേരം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് വാതരോഗങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തണുപ്പ് കാലമൊക്കെ കൂടുതൽ, ഇപ്പോൾ തണുപ്പ് കാലമാണ് കൂടുതൽ, അപ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാനായിട്ട്, വീടിൻ്റെ അകത്തും പുറത്തും ആണെങ്കിൽ നമ്മൾ ചെരുപ്പുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ AC റൂമിൽ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒരു നിയന്ത്രണം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മദ്യപാനം, പുകവലി, അതൊക്കെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കുക. സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ, മസാല ചേർത്ത ഫുഡുകളൊക്കെ ഇവരിൽ പൂർണ്ണമായും തന്നെ അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ഇങ്ങനെയുള്ളവർക്ക് വാദത്തെ ശമിപ്പിക്കാനായിട്ട് നമുക്ക് കുറുന്തോട്ടിയുടെ വേര്, ചെറുള വേര്, അല്ലെങ്കിൽ ഓരില, മൂവില വേര്, അതുപോലെ ഇരട്ടി മധുരം, ഇതൊക്കെ ചേർത്ത് കഷായം വെച്ച് കഴിക്കുന്നത് വാദശമനത്തിന് നല്ലതാണ്. അതുപോലെ മുരിങ്ങയുടെ വേര്, കരിനൊച്ചിയുടെ വേര്, അതുപോലെ ആവണക്കിൻ്റെ വേര്, പിന്നെ മഞ്ഞള്, ഇതൊക്കെ എല്ലാം ചേർത്ത് കഷായം വെച്ച് കഴിക്കുന്നത് അർദ്ദിതം, പക്ഷാഘാതം, വാതരോഗങ്ങൾ, ഇതിനൊക്കെ വേണ്ടി നല്ലതാണ്. പിന്നെ അതുപോലെ ദശമൂലം കഷായം വെച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ പാൽ കഷായം വെച്ച് കഴിക്കുന്നതൊക്കെ ഇതുപോലെ വാദശമനത്തിനും അതുപോലെ ചുമക്കള്, അതുപോലെ ദഹനശക്തി കൂട്ടാനൊക്കെ വളരെ നല്ലതാണ്. വ്യക്തമാണ് ഡോക്ടർ റോസ്മേരി വിൽസൺ, നമ്മൾ പ്രോഗ്രാം ഏതാണ്ട് അവസാനിക്കുകയാണ്. നമുക്കിപ്പോൾ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം പ്രായാധിക്യം കൊണ്ട്, തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വാദസംബന്ധമായ അസുഖങ്ങൾക്ക് നിരന്തരം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി അവർ കരുതി കൊണ്ടു നടക്കുന്ന ഈ വാതരോഗത്തിന് എന്താണ് ഡോക്ടറെ, ഒരു പ്രായം ഏറിയാലും നമുക്കത് പൂർണ്ണമായി പരിഹരിക്കാവുന്ന ഒരു അസുഖമാണോ ഇത്? അതിന് പൂർണ്ണമായിട്ട് മാറ്റാൻ പറയാൻ പറ്റില്ല. ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് മുട്ടിനും ഒക്കെ മെയിനായിട്ടുള്ള അസ്ഥിസന്ധികൾക്ക് വരുന്ന തേയ്മാനം, അത് ആദ്യം തന്നെ അവിടുത്തെ ഫ്ലൂയിഡിനെ കുറയ്ക്കും. പിന്നെ അത് ആ മുട്ട് കൂടുതലായിട്ട് ചേർന്ന് ഒട്ടി ചിലർക്ക് ഡീഫോംഡ് ആയിട്ടൊക്കെ വരും. അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് നടക്കാനും നിൽക്കാനും ഒക്കെ കൂടുതൽ ബുദ്ധിമുട്ടുകളും, വളരെയധികം കുറേ നേരം നിൽക്കേണ്ടതൊക്കെ വന്നാൽ വളരെയധികം ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുഴമ്പ് ഉപയോഗിക്കുന്ന ഒരു ശീലമാക്കുക. എന്ന് പറഞ്ഞാൽ കുഴമ്പ് പുരട്ടി കുളിക്കുക, ചൂടാക്കിയിട്ട് ഫുള്ളായിട്ട് പുരട്ടാൻ പറ്റിയില്ലെങ്കിലും മെയിൻ ജോയിൻസിലൊക്കെ പുരട്ടി കുറച്ച് നേരം ഇരുന്ന് കുളിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ലോക്കലൈസ് ചെയ്തിട്ട് ഔഷധങ്ങൾ അരച്ച് തേക്കാനായിട്ടൊക്കെ, ഇപ്പം മർമാണി ഗുളിക അരച്ച് തേച്ചാൽ അവിടെയുള്ള നീർക്കെട്ടും വേദനയൊക്കെ മാറ്റാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കും. അതുപോലെ തന്നെ മുറിവെണ്ണ, രസതൈലം മുതലായിട്ടുള്ള തൈലങ്ങൾ പഞ്ഞി നനച്ചിടുകയോ അല്ലെങ്കിൽ കുഴമ്പ് പുരട്ടി
കുഴമ്പ് ചൂടാക്കി അവിടെ പുരട്ടി കുറേ നേരം എന്ന് പറഞ്ഞാൽ അത് പോഷണമായിട്ടുള്ളതും എന്നാൽ അവിടെ ഫ്ലെക്സിബിലിറ്റീനെയൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പിന്നെ കഷായ രൂപേണ വെക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ കരിങ്കുറിഞ്ഞി, ചുക്ക്, ചുവന്നരത്ത, ആടലോടകത്തിന്റെ വേര്, കുറുന്തോട്ടിയുടെ വേര്, അതൊക്കെ കുറേശ്ശെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ, കുറേ വെള്ളം ഇട്ട് വെന്തിട്ട് ആ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അത് വാതജമായിട്ട് വരുന്ന അല്ലെങ്കിൽ വാത പ്രധാനമായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള വേദനകളെ കുറയ്ക്കാനായിട്ട് അത് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ്. ഇനി അവിടെ തന്നെ ഇച്ചിരി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ മുട്ടിന് നീര് വന്നിരിക്കുന്ന അവസ്ഥ, ചിലരിൽ അങ്ങനെയാണ്, മൂവ്മെന്റ്സ് വന്നിട്ട് ഭയങ്കരധികം ഫ്രിക്ഷൻ ഉണ്ടായി അവിടെ ഒരു ബോഡിലി ചേഞ്ച് കൊണ്ടുവരുന്നതാണ് ഒരു നീര്. ആ നീരിനെ കുറയ്ക്കത്തക്ക രീതിയിൽ ഡയൂറിറ്റിക് ആയിട്ടുള്ള ഞെരിഞ്ഞില്, വയൽച്ചുള്ളി, തഴുതാമയുടെ വേര്, അതിൻ്റെ കൂടെ കുറുന്തോട്ടിയും ചുവന്നരത്തെയൊക്കെ കുറേശ്ശെ ഇട്ടിട്ട് വെള്ളം വെന്ത് ആ വെള്ളം കുടിക്കുക. അത് തന്നെ നമ്മൾ ചതച്ച് വെന്ത വെള്ളം 4-1 വറ്റിച്ച് അത് 1/2 ഗ്ലാസ് വീതം ഇപ്പൊ ക്ഷീരബലയൊക്കെ പോലെയുള്ള തൈലങ്ങൾ ഒരു 5 ml ചേർത്ത് 2 നേരമൊക്കെ കൊടുക്കുക. അതെന്ന് പറഞ്ഞാൽ ക്ഷീരബലയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടി പാല് ചേർത്ത് ആവർത്തിച്ച് ഉണ്ടാക്കുന്ന തൈലങ്ങളാണ്. അത് ഏറ്റവും പോഷണമായിട്ടുള്ളതുമായിരിക്കും, ഇത്തരത്തിലുള്ള വാതജമായിട്ട് വരുന്ന വേദനകൾക്ക് ഏറ്റവും ഗുണകരമായിരിക്കും. അതുപോലെ ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റുകളിലേക്ക് പോകുമ്പോൾ നാഗരാതി ചൂർണം പോലുള്ള മരുന്നുകൾ പാലിൽ വെന്ത് പുഴുങ്ങി അരച്ചിട്ട് രസതൈലം കൂട്ടി അവിടെ ഉപനാഹസ്വേദങ്ങൾ ചെയ്യുന്നത് ആ അസ്ഥിസന്ധിയെ പോഷിപ്പിക്കാനായിട്ട്, പോഷണത്തിനായിട്ട് സഹായിക്കും. അതുപോലെ ജാനുവസ്തി പോലെ ലോക്കലൈസ് ചെയ്തിട്ട് ചെയ്യുന്ന പിഴിച്ചില്, അതൊക്കെ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് ഉള്ള ഒന്നാണ്. അപ്പം അവർക്ക് വീട്ടിൽ തന്നെ ചെയ്യത്തക്ക രീതിയിൽ ഇത്തരത്തിലുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കാനും കഷായം ഉണ്ടാക്കി കഴിക്കാനും അതുപോലെ തന്നെ കുഴമ്പ് വരട്ടി കുളിക്കുക, മർമാണി അരച്ചിട്ട് അത്തരത്തിലുള്ള ശീലങ്ങൾ ഇപ്പം അവർക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പം മരുന്നുകളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ദശമൂലഹരി, ദഗി ലേഹ്യം, അത് ഇത്തരത്തിലുള്ള അസ്ഥിസന്ധികളെ ആശ്രയിച്ച് വരുന്ന ആർത്രൈറ്റിക് ചേഞ്ചസിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ്. അതൊരു ടീസ്പൂണ് ബെഡ് ടൈമിൽ കഴിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുഴമ്പ് പുരട്ടുന്ന ഒരു ശീലമാക്കാം. ദിവസേനയും കുഴമ്പ് പുരട്ടി കുളിക്കാനായിട്ട് ഏറ്റവും ശ്രദ്ധിക്കുക. ചൂടുവെള്ളത്തിൽ കുളിക്കുക. അതുപോലെ ലോങ് ആയിട്ട് വളരെയധികം നടക്കേണ്ട അവസ്ഥയൊക്കെ വന്നാൽ കാലില് ബാൻഡൊക്കെ ഇട്ടിട്ട് നടക്കുന്നതുകൊണ്ട് അതിനൊരു സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ ഒരു 80-75+ വന്നവർക്കാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 50+ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ വളരെയധികം ഇത്തരത്തിലുള്ള ഔഷധങ്ങളും ചികിത്സകളെ കൊണ്ടൊക്കെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നവുമില്ലാതെ അവർക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അമിതവണ്ണമൊക്കെ ഉള്ളവരാണ് ഈ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള വാദത്തിനെ അഗ്രിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കുറയ്ക്കാനായിട്ടും ശ്രദ്ധിക്കാം. വ്യക്തമാണ് ഡോക്ടർ. വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.